ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മിക്കവാറും എല്ലാ ഫ്രഷേഴ്സും നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചാണ്. എക്സ്പീരിയൻസ് ഇല്ലാതെ എങ്ങനെ ആദ്യത്തെ ജോലി ലഭിക്കും? കമ്പനികൾ ചോദിക്കുന്നത് 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ജോലി കിട്ടാതെ എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാക്കും? ഇതിനൊരു പരിഹാരമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് കമ്പനികൾ ഫ്രഷേഴ്സിനെ എടുക്കാൻ മടിക്കുന്നത്? നമ്മൾ ആദ്യം ഈ പ്രശ്നത്തിന്റെ പ്രധാന കാരണം മനസ്സിലാക്കണം. കമ്പനികൾക്ക് ഫ്രഷേഴ്സിനെ എടുക്കുമ്പോൾ ചില പേടികളുണ്ട്. ഒന്നാമത്തത് പരിശീലനത്തിനുള്ള ചെലവ്. ഒരു ഫ്രഷറെ പഠിപ്പിച്ചെടുക്കുവാൻ സമയവും പണവും വേണം. ജോലി ഉപേക്ഷിക്കാനുള്ള സാധ്യതയാണ് മറ്റൊന്ന്. അതായത് പഠിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ അവർ വേറെ ജോലിക്ക് ട്രൈ ചെയ്യുമോ എന്നുള്ള പേടിയാണ് മറ്റൊരു കാര്യം. മൂന്നാമതായി പ്രൂഫ് ഓഫ് വർക്ക്. നിങ്ങൾക്ക് ശരിക്കും ജോലി ചെയ്യുവാൻ അറിയാമോ എന്ന് അവർക്ക് ഉറപ്പില്ല. ഇതിനെല്ലാമുള്ള ഒരേ ഒരു മറുപടി നിങ്ങളുടെ പ്രൂഫ് ഓഫ് വർക്ക് കാണിക്കുക എന്നത് തന്നെയാണ്. അതിനായി ഇനി പറയാൻ പോകുന്ന ഈ 5 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി ലഭിക്കും. ഒന്നാമതായി സ്കില്ല് തിരഞ്ഞെടുക്കുക. എല്ലാ കാര്യങ്ങളിലും അല്പം അറിവ് നേടുന്നതിനേക്കാൾ നല്ലത് ഒരു കാര്യത്തിൽ ആഴത്തിൽ അറിവ് നേടുന്നതാണ്. അതായത് വെബ് ഡെവലപ്മെന്റ്, ഡാറ്റ അനലിറ്റിക്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രോജക്റ്റുകൾ നിർമ്മിക്കുക. പഠിച്ച കാര്യം വെച്ച് 2-3 നല്ല പ്രോജക്റ്റുകൾ ചെയ്യുക. ഇത് നിങ്ങളുടെ ഗിറ്റ്ഹബിൽ അപ്ലോഡ് ചെയ്യണം. നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കിയാൽ അത് ലൈവായിട്ട് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. മികച്ച റെസ്യൂമെ തയ്യാറാക്കുക. റെസ്യൂമെ ഒരു പേജിൽ ഒതുക്കുക. നിങ്ങളുടെ പ്രൊജക്റ്റുകളെ കുറിച്ചും അതിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി എഴുതുക. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ലിങ്ക്ഡ്ഇൻ പ്രൊഫൈൽ ശരിയാക്കുന്നതാണ് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ലിങ്ക്ഡ്ഇൻ നിങ്ങളുടെ ഓൺലൈൻ റെസ്യൂമെയാണ്. ഒരു നല്ല പ്രൊഫഷണൽ ഫോട്ടോയും ഹെഡ്ലൈനും ഒക്കെ ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലിന് നൽകുക. നിങ്ങളുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുമായും അതേപോലെ കമ്പനികളിലെ റിക്രൂട്ടേഴ്സുമായിട്ടും കണക്ട് ചെയ്യുക. അടുത്തതായിട്ട് സ്ട്രാറ്റജിക്കലി അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. വെറുതെ എല്ലാ കമ്പനികളിലും പോയി അപേക്ഷിക്കരുത്. റെഫറൽസ് ഉണ്ടെങ്കിൽ അതുവഴി അപേക്ഷിക്കാൻ ശ്രമിക്കുക. കമ്പനിയിലുള്ള ഒരാളോട് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ജോലി കിട്ടാനുള്ള സാധ്യത കുറച്ച് കൂടുതൽ വർദ്ധിപ്പിക്കും. ഇനി ഇന്റർവ്യൂവിനുള്ള തയ്യാറെടുപ്പാണ്. ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് മോക്ക് ഇന്റർവ്യൂസ് നടത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ കണ്ണാടിക്ക് മുന്നിലോ സംസാരിച്ച് ശീലിക്കുക. നിങ്ങളെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളെ ഈ കമ്പനിയിൽ എടുക്കണം, ഇങ്ങനെ തുടങ്ങിയ സാധാരണ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകി തയ്യാറാക്കി വെക്കുക. ഇനി നമ്മൾ കുറച്ച് റെഡ് ഫ്ലാഗ്സ് ആണ് പറയാൻ പോകുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. റെസ്യൂമെയിൽ ഒരിക്കലും കള്ളം എഴുതരുത്. ജോലി നൽകാനായി ആരെങ്കിലും പണം ചോദിച്ചാൽ അത് കൊടുക്കുകയും ചെയ്യരുത്. അത് തട്ടിപ്പാണ്. ഒന്നും പഠിക്കാനില്ലാതെ ഒരു ജോലിയിലേക്ക് കുടുങ്ങിപ്പോകരുത്. ആദ്യത്തെ ജോലി കിട്ടുക എന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ അത് അസാധ്യമല്ല. ക്ഷമയോടും കൃത്യമായ പ്ലാനിങ്ങോടും ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ എൻട്രിയുടെ AI ഇൻ്റഗ്രേറ്റഡ് കോഡിംഗ് കോഴ്സുകളെ കുറിച്ച് അറിയാനായി ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക.